Hi friends, Assalamu alaikum. Welcome back. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഇപ്പോൾ ഞാൻ മുളക് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഈ ഒരു മുളകിൻ്റെ മൊത്തഭാഗവും കളയണം, അതിൻ്റെ ഉള്ളിലെ സീഡ്സും കളയണം. അപ്പോൾ കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ അതിനുള്ള സീഡ്സൊക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വേണ്ടാത്തവർക്ക് നേരെ പകുതിയാക്കിയിട്ടും പൊരിക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് തന്നെയാണ് പൊരിക്കുന്നത്. അപ്പോൾ ഓരോന്ന് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച മുളകിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്തിട്ട് ആ ഉപ്പ് ആ ഒരു മുളകിന് പിടിക്കുന്ന രൂപത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിക്ക് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആ മാവിന് കണക്കായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ലൂസാവാൻ പാടില്ല, ഇത്തിരി കട്ടിയുള്ള ബാറ്റർ തന്നെയാണ് ഇതിന് വേണ്ടത്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മുളക് ആ ഒരു മാവിലേക്ക് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം മാവ് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ഇത് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നന്നായി എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിം തന്നെയാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. ഇത് ഓരോന്ന് ഇതുപോലെ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ മുളക് നന്നായി ഒന്ന് പൊരിഞ്ഞിട്ട് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്ത ഒരു മുളക് ബജിയാണിത്. അത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.